കായികമേളയുടെയും ശാസ്ത്രമേളയുടെയും പേരിൽ എഒ ഓഫീസുകൾ പിരിവ് നടത്തുന്നുണ്ടെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് പി. കെ. നവാസ്. മേളകൾ നടത്താൻ സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് പിരിവ് നടക്കുന്നത്. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പ്രതികരിക്കണം എന്ന് നവാസ് ആവശ്യപ്പെട്ടു. വീണ വിജയൻ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ആണിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പൊതുയിടങ്ങളിൽ മലയാളികൾ അത്ര കണ്ടിട്ടുള്ള മുഖമല്ല വിവേക് കിരണിന്റെ. മുഖ്യമന്ത്രി മകനെക്കുറിച്ച് പറയുന്നത് ജോലിയും വീടുമായി കഴിയുന്ന ആളാണ് വിവേക് എന്നാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുന്നു. ഇന്നും നാളെയുമായി ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ ചില ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയിൽ തിളങ്ങിയ ആര്യ രാജേന്ദ്രൻ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല. അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിറയുക മാത്രമാണ് ചെയ്യുക എന്നാണ് വിവരം. മാത്രമല്ല, മികച്ച പ്രവർത്തനം ആര്യ നടത്തി എന്നാണ് CPMന്റെ വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവായി മാറിയെന്നും പാർട്ടി വിലയിരുത്തുന്നു. 2017 പുറത്തിറങ്ങിയ സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെ സഹനടിയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് മമിത ബൈജു. പിന്നീട് വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മമിത തന്റെ കഴിവ് തെളിയിച്ചു. 2021 പുറത്തിറങ്ങിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രമായ ഓപ്പറേഷൻ ജാവയിൽ അൽഫോൺസ എന്ന മമിതയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സൂപ്പർ ശരണിയിലെ സോന എന്ന കഥാപാത്രവും യുവപ്രേക്ഷകർക്കിടയിൽ മമിതയെ ശ്രദ്ധേയാക്കി. തമിഴ്നാട്ടിൽ ഹിന്ദിക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കവുമായി MK സ്റ്റാലിൻ സർക്കാർ. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം ഹിന്ദി നിരോധന ബിൽ അവതരിപ്പിക്കാനാണ് DMK സർക്കാരിന്റെ നീക്കം എന്നാണ് റിപ്പോർട്ട്. ഹോർഡിംഗുകളിൽ ഹിന്ദി നിരോധിക്കാനും ഹിന്ദി ഭാഷാ ചിത്രങ്ങൾക്കും ഗാനങ്ങൾക്കും തമിഴ്നാട്ടിൽ നിരോധനം ഏർപ്പെടുത്താനുമാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ രംഗത്ത് ഇന്ത്യ അതിവേഗം വളരുന്ന സാഹചര്യത്തിൽ സൈബർ തട്ടിപ്പുകൾക്കെതിരെ നിതാന്ത ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് പൌരന്മാരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര മന്ത്രാലയം ശക്തമാക്കിയിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായ സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള സർക്കാരിന്റെ മെച്ചപ്പെട്ട റിപ്പോർട്ടിംഗിനെ തുടർന്നാണ് ഈ കണ്ടെത്തൽ. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഗായിക മൈഥിലി താക്കൂർ BJPയിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് ജയ്സ്വാളിന്റെ സാന്നിധ്യത്തിലാണ് മൈഥിലി താക്കൂർ BJPയിൽ ചേർന്നത്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് മൈഥിലിയുടെ BJP പ്രവേശനം. അതേസമയം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല പാർട്ടിയിലേക്ക് എത്തിയത് എന്ന് മൈഥിലി പറഞ്ഞു.